വ്യാജവാർത്ത പ്രക്ഷേപണം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടർ ചാനലിനും നടത്തിപ്പുകാർക്കും ജീവനക്കാർക്കുമെതിരെ 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് MD സാബു എം ജേക്കബ് നോട്ടീസ് അയച്ചു. 2020 പാർട്ടി കഴിഞ്ഞ ദിവസം NDAയുടെ ഘടകകക്ഷിയായത് EDയുടെ അറസ്റ്റ് ഭയന്നാണെന്ന് സംപ്രേഷണം ചെയ്തതിനെതിരെയും നിരവധി നിയമലംഘനങ്ങൾ നടത്തിയതായി വ്യാജവാർത്തകൾ നൽകിയതിനെതിരെയുമാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് റിപ്പോർട്ടർ ടിവിക്ക് നോട്ടീസ് അയച്ചതെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിൻ, മാനേജിംഗ് ഡയറക്ടർ KJ ജോസ്, ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതിന്റെ മാനേജിംഗ് ഡയറക്ടർ നികേഷ് കുമാർ, ഡയറക്ടർ റാണി വർഗീസ് എന്നിവരുൾപ്പെടെ 16 പേർക്കാണ് കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബ് നോട്ടീസ് അയച്ചത്. ഇവർക്കെതിരെ സിവിലായും ക്രിമിനലായും കേസുകൾ ഫയൽ ചെയ്യുന്നതിനൊപ്പം പ്രതികളുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സാബു എം ജേക്കബ് അറിയിച്ചു. ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിലയ്ക്ക് നിർത്തണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒട്ടനവധി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതെല്ലാം ശേഖരിച്ച് അതിൻ്റെ ആദ്യ പടിയായിട്ട് ഇവർക്ക് നോട്ടീസ് ഞങ്ങൾ കൊടുക്കുകയാണ്. ഇവർ ഏതാണ്ട് 16 പേരുണ്ട്. 16 ആളുകൾക്കാണ് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നത്. 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ്. ഇത് ആദ്യപടിയാണത്. ഇതിന് പുറമെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി, അതുപോലെ ഹോം അഫയേഴ്സ്, ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിനെല്ലാം ഞങ്ങൾ പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. മാംഗോ ഫോൺ, മുട്ടിൽ മരമുറി കേസ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളായ റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്ക് ചാനൽ നടത്തിപ്പിനുള്ള ലൈസൻസ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിന്റെയോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നോ ലഭിച്ചതായി അറിവില്ലെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. ഇത് ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ജനം, കൊച്ചി.